കാറ്റത്തെ കിളിക്കൂടിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും സുധീഷും കൂടി ഡൈവോഴ്സിനായി കോർട്ടിലെത്തുന്നു. ജഡ്ജ് നിധിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസമല്ലേ ആയുള്ളൂ, ഇതിനിടയിൽ ഒരു ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും തന്നെയില്ല, മുന്നോട്ട് ഒരുമിച്ച് ജീവിച്ചു പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ജഡ്ജ് അവരെ കൗൺസിലിങ്ങിന് വിടുവാണ്. കേട്ട് നിധി അവരുടെ അഡ്വക്കേറ്റിനോട് പറയുന്നുണ്ട്, കൗൺസിലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഡൈവോഴ്സ് മസ്റ്റായി വേണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ഇത് കോടതിയുടെ ഓരോ നിയമങ്ങളാണ്, അത് നമ്മൾ പാലിച്ചേ പറ്റൂ, എന്തായാലും അവിടെ മാഡം വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അകത്തേക്ക് ചെല്ലണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധിയെയും സുധീഷിനെയും പേര് വിളിക്കുമ്പോൾ അവരകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ഇരിക്കുന്ന മാഡം ഒരു പുഞ്ചിരിയോടുകൂടി നിധിയോടും സുധീഷിനോടുമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെറുപ്പക്കാരാണല്ലോ, 4 മാസമായിട്ടല്ലേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്, ഇതിനിടയിൽ ഒരു ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചു അല്ലേ, കൊണ്ടാണ് നിങ്ങൾ ഡൈവോഴ്സ് ആകുന്നത്, അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കുവാണ്. എന്നിട്ട് വീണ്ടും നിധി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചു പോകാൻ ഒട്ടും താല്പര്യമില്ല മാഡം, അതുകൊണ്ടാണ് പിരിയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഇത് കേട്ട് മാഡം പറയുന്നുണ്ട്, മോളെ നിങ്ങൾക്ക് പ്രായം അത്ര ആയില്ലല്ലോ, ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് ഒരുമിച്ച് ജീവിച്ചു പോകാൻ നിങ്ങൾ ശ്രമിക്കൂ. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഇല്ല മാഡം, ഞങ്ങൾക്കിനി രണ്ടാമതായി ഒന്നും ചിന്തിക്കാനില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡൈവോഴ്സ് ആവാം എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഇനിയൊന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചില പേപ്പേഴ്സിലെല്ലാം സൈൻ ചെയ്ത് അവരവിടെ നിന്നും ഇറങ്ങുവാണ്. അങ്ങനെ നിധിയും സുധീഷും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേരിങ്ങനെ ഡൈവോഴ്സ് ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിലൊരാൾ ഞാൻ കൂടി ആയിരിക്കുമെന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, സുധീഷ് നമ്മുടെ ഡൈവോഴ്സ് കിട്ടിയതിന് ശേഷം നീ എനിക്ക് ട്രീറ്റ് തരണം കേട്ടോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് സുധീഷ് ആകെ വല്ലാതാവുന്നുണ്ട്, എന്താ നീ പറഞ്ഞതെന്ന് ഒരു വട്ടം കൂടി ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതെ, നമ്മൾ തമ്മിലുള്ള ഡൈവോഴ്സ് നടന്നു കഴിഞ്ഞാൽ നീ പിന്നെ രക്ഷപ്പെട്ടില്ലേ, നിനക്ക് വേറൊരു വിവാഹം കഴിക്കാം, അതുകൊണ്ടാണ് എനിക്ക് ട്രീറ്റ് തരണമെന്ന് പറഞ്ഞത്. പക്ഷേ സുധീഷ്, ഇനി നീ ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത് എത്രയായാലും അത് 2ാം വിവാഹമാണെന്ന് പറയത്തുള്ളൂ, അതാണ് ഒരു കുഴപ്പമെന്ന് നിധി പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല, നീ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്ക്, എന്നിട്ട് എൻ്റെ വിവാഹം കഴിയുമ്പോൾ ആ പെൺകുട്ടിയോട് നീ പറ, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിരുന്നു, ഒന്നും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടിയെ ബോധ്യപ്പെടുത്തിയാൽ മതിയെന്ന് സുധീഷ് പറയാണ്. എന്നാൽ ചിരിച്ചുകൊണ്ട് നിധി അതിനെ അനുകൂലിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീഷിൻ്റെ താടിയിൽ ഭക്ഷണം ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. നിധി ഒരു ടിഷ്യൂ എടുത്ത് അത് തുടച്ചു കൊടുക്കുന്നുണ്ട്. സുധീഷിന് അത് വളരെ ഇഷ്ടമായി. അങ്ങനെ സുധീഷ് വീണ്ടും മനഃപൂർവ്വം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുറച്ചെടുത്ത് താടിയിലൊക്കെ ഇങ്ങനെ തേക്കുവാണ്. എന്നാൽ നിധി പെട്ടെന്ന് സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇത് കാണുന്നുണ്ട്. സുധീഷ് ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് നിധിക്കപ്പം മനസ്സിലായി. നിധി ഒന്നും മിണ്ടാതെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട് സുധീഷ് പറയുന്നുണ്ട്, എന്ത് പറ്റി നിധി, എൻ്റെ താടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ, നേരത്തെ പോലെ എന്നിങ്ങനെ അഭിനയിച്ചുകൊണ്ട് സുധീഷ് പറയുന്നുണ്ട്, ഇതാ ടിഷ്യൂ ഇരിക്കണോ, ഇതുകൊണ്ട് തുടച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ടിഷ്യൂ എടുത്ത് നിധിക്ക് നേരെ നീട്ടുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുധീഷേ നിനക്ക് തന്നെ അത് കളയാവുന്നതേ ഉള്ളൂ, തുടച്ച് മാറ്റാവുന്നതേ ഉള്ളൂ, നീ തന്നെ ചെയ്യ് എന്ന് പറയുകയാണ്. ഇത് കേട്ട് സുധീഷ് ആകെ വളിച്ചൊരു ചിരിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, അല്ല, ഈ ഡൈവോഴ്സ് ആവാൻ പോകുന്നവർ 2 പേര് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ ലോകത്ത് ആദ്യമായിരിക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട് നിധിയും പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, സ്നേഹിച്ചവർ തമ്മിൽ പിരിയുമ്പോഴല്ലേ സങ്കടമുണ്ടാവൂ, ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മൾ രണ്ടും 2 വ്യക്തികളാണ്, നമ്മൾ സ്നേഹിച്ചിട്ടുമില്ല, പിന്നെ ഡൈവോഴ്സ് ആകുന്നതിന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എത്രയും പെട്ടെന്ന് അത് നടന്നാൽ അത്രയും സന്തോഷം, നമ്മൾ കൗൺസിലിങ്ങിന് പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ സുധീഷ് എന്ന് നിധി പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, മാഡം പറഞ്ഞതുപോലെ നിധി നമുക്ക് ഒരുമിച്ച് ജീവിക്കാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്നിങ്ങനെ സുധീഷ് ഒന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, വേണ്ട സുധീഷേ, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട, അതിനൊട്ടും ചാൻസ് ഇല്ല, മാഡം അങ്ങനെയൊക്കെ പറയും, അത് കേട്ടില്ലേ നീ ഇങ്ങനെ പറയുന്നത്, നീ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ, നമ്മൾ തമ്മിൽ ഒരു സാമ്യവുമില്ല, നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നേരെ ഓപ്പോസിറ്റാണ്, അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം ഒരിക്കലും ശരിയാവത്തില്ല
സുധീഷ്. ഇത് കേട്ട് സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, തൻ്റെ സ്നേഹം നിധി എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്, ഇനി എന്ത് ചെയ്യുമെന്നിങ്ങനെ സുധീഷ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഹരീഷ് നീതു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് പോയത് കൊണ്ട് തന്നെ ആകെ ടെൻഷനിലാണ്. വർക്ക്ഷോപ്പിലിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട് നീതു വരുന്നുണ്ടോ എന്ന്. നീതു വരാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്ത് നീതുവിനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് ഫോണിലേക്ക് നോക്കുവാണ്. അപ്പോഴാണതിൽ വാട്സപ്പിൽ നീതു ഓൺലൈനിലുണ്ടെന്ന് നമ്മുടെ ഹരീഷിന് മനസ്സിലാവുന്നത്. ഇതേ സമയം നീതുവും ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുധീഷ് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് നീതു ഇരിക്കുന്നത്. തിരിച്ച് ഹരീഷും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും അവൾക്കൊരു മെസ്സേജ് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് സുധീഷ് സുഖമല്ലേ നീതു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. ഇത് കാണുമ്പോഴും നമ്മുടെ നീതുവിനെ ആകെ സന്തോഷമാവുകയാണ്. ഓ, എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കക്ഷി, എന്തായാലും ഇപ്പോൾ സെൻഡ് ചെയ്യുമല്ലോ എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ അമ്മ വന്ന് വഴക്ക് പറയുകയാണ്. എന്താണ് നീ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അലക്കിയ തുണികളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്, അതെല്ലാം അയലിൽ വിരിച്ചിട് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ഹരീഷിൻ്റെ അടുത്തേക്കാണെങ്കിൽ ഒരു കസ്റ്റമർ വരികയാണ്. അങ്ങനെ ഫോൺ അവിടെ വെച്ച് കസ്റ്റമറുടെ അടുത്തേക്ക് ഹരീഷ് ചെല്ലുന്നുണ്ട്. അങ്ങനെ മെസ്സേജുകളൊന്നും അയക്കാൻ രണ്ടുപേർക്കും കഴിയുന്നില്ല. പിന്നീട് സുഭാഷ് ഏട്ടൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരികയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന നികേഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എവിടെ സുധീഷ് വന്നില്ലേ? എനിക്കറിയില്ല സുഭാഷ് ഏട്ടാ. അപ്പോൾ എവിടെ നിധി എന്ന് ചോദിക്കുകയാണ്. ഏട്ടത്തെ റൂമിലുണ്ട്. അല്ല കോർട്ടിൽ പോയിട്ട് വന്നതല്ലേ, എന്തെങ്കിലും വിശേഷം പറഞ്ഞോ എന്ന് നികേഷിനോട് ചോദിക്കുമ്പോൾ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് നികേഷ് പറയുന്നുണ്ട്. പിന്നീട് സുഭാഷ് ഏട്ടൻ നിധിയെ എന്ന് വിളിക്കുമ്പോൾ ഇതാ വരുന്നു സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി പെട്ടെന്ന് സുഭാഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ അവിടെ കോർട്ടിലേക്ക് നീ പോയില്ലേ, അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഇല്ല പ്രശ്നമൊന്നും ഉണ്ടായില്ല. അല്ല മോളെ, എന്നിട്ട് നിങ്ങൾ ഡൈവോഴ്സിനില്ല അപ്ലൈ ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. നിധി കൂളായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടാണ് വന്നത്. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ ആകെ ഒരു പേടിച്ച മട്ടിൽ നിൽക്കുകയാണ്. സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ അപ്പോൾ പെട്ടെന്ന് ഡൈവോഴ്സ് ആവുമോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല, അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല, ഒരു 6 മാസമെങ്കിലും എടുക്കുമെന്ന് പറയുമ്പോൾ സുഭാഷിന് കുറച്ച് സമാധാനം ആവുന്നുണ്ട്. ഓ അങ്ങനെയാണോ? കോർട്ടിൽ എന്താണ് നടന്നതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നിധി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയുവാണ്. കോർട്ടിൽ വെച്ച് ജഡ്ജി തന്നോട് എന്തിനാണ് ഇങ്ങനെ ഡൈവോഴ്സ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചെന്നും അതിനുള്ള മറുപടിയായി താൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കൗൺസിലിങ്ങിന് അയച്ചു. കൗൺസിലിങ്ങിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു. സുഭാഷ് ഏട്ടാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ആരും ഇഷ്ടമാണോ പരസ്പരം എന്ന് ചോദിക്കില്ല. പക്ഷെ ഒരു ഡൈവോഴ്സ് ആവാൻ തീരുമാനിക്കുന്ന നിമിഷമുണ്ടല്ലോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അവർ. എന്തൊരു നിയമമാണല്ലേ എന്നിങ്ങനെ നിധി ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷും വല്ലാതെ ആവുന്നുണ്ട്. സുഭാഷ് പറയുന്നുണ്ട്, മോളെ എന്തായാലും ഇനി കോർട്ടിലേക്ക് പോവേണ്ടി വരില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല സുഭേഷ് ഏട്ടാ, ഇനിയും അവർ വിളിക്കുമ്പോഴെല്ലാം ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിധിയെടുത്തി ഇവിടെ സുധീഷ് ഏട്ടൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ സുധീഷ് ഓക്കെ ആണല്ലോ, നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ഇത്രയും നേരമായിട്ടും സുധീഷ് ഏട്ടനെ കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് നികേഷ് പറയാണ്. അപ്പോൾ നമ്മുടെ നിധി പുറത്തേക്ക് നോക്കുന്നുണ്ട്, സുധീഷ് വരുന്നുണ്ടോയെന്ന്. ഇതേ സമയം സുധീഷാണെങ്കിൽ ആ പോലീസുകാരനോട് കോർട്ടിൽ വെച്ച് ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവരുടെ വിവാഹം നടത്തി കൊടുത്ത ആ പോലീസുകാരനുണ്ടല്ലോ, അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കാണുകയും അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്, അഭിനയിക്കുകയാണ് സുധീഷ്. തന്നെ വിട്ട് നിധി ഡൈവോഴ്സായി പോവുകയാണെന്നും തനിക്കതൊട്ടും ഇഷ്ടമല്ല, ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ രക്ഷിക്കണം, നിങ്ങളല്ലേ ഞങ്ങളുടെ വിവാഹം നടത്തി തന്നത്, അതുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ഇതിൽ ഇതിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാനും സാധിക്കുന്നില്ല. അങ്ങനെ സുധീഷിനോട് പറയാണ്, ശരി നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, നീ വിഷമിക്കാതെടാ, ഞാൻ അവൾക്ക് വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അന്നേരം പോലീസുകാരൻ്റെ നമ്പർ കാണുന്ന സമയത്ത് നിധി പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് ഇയാൾ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് പെട്ടെന്ന് പേടിയാവുകയാണ് ആ നമ്പർ കാണുമ്പോൾ.
കോൾ വന്നതും പെട്ടെന്ന് നിധി സുഭാഷിനോടും നികേഷിനോടുമായിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു കോളുണ്ട്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ്. ഹലോ എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ നിനക്ക് മനസ്സിലായില്ലേ, നിങ്ങളുടെ വിവാഹം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ആ പോലീസുകാരനാണ് ഞാനെന്ന് പറയുകയാണ്. നിധി ഓക്കെ എനിക്ക് മനസ്സിലായി സാർ എന്ന് പറയുന്നുണ്ട്. സാർ എന്തിനാണ് വിളിച്ചതെന്ന് നിധി ചോദിക്കുകയാണ്. അല്ല, ഞാൻ ചില കാര്യങ്ങളെല്ലാം അറിഞ്ഞു, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് കാര്യമെന്ന് നിധി ചോദിക്കുക. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ കോടതിയിൽ പോയെന്നും ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തെന്നും ഞാൻ അറിഞ്ഞല്ലോ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഡൈവോഴ്സ് ആവാൻ പാടില്ല എന്ന്. സാർ നിങ്ങളോട് ഇതെല്ലാം ആരാണ് പറഞ്ഞതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് ആരെങ്കിലും ആവട്ടെ, പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, സാർ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഡൈവോഴ്സ് ആവാമെന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നു. ഇത് കേട്ട് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അല്ല ആർക്ക് ജീവിക്കാൻ കഴിയില്ലെന്നാണ് നീ പറയുന്നത്? എനിക്കും സുധീഷിനും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് സാർ ഞാൻ പറയുന്നത്. എന്താ കുട്ടി ഇത്, വിവാഹം കഴിഞ്ഞിട്ട് ഒരു 6 മാസം പോലും ആയില്ല, അതിനിടയിൽ ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നോ? എന്താ ഇത്? അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത്, ഈ വിവാഹം നടത്തി തരാൻ മാത്രമേ പോലീസിനെ കൊണ്ട് പറ്റത്തുള്ളൂന്നോ? അന്ന് നിങ്ങളുടെ വിവാഹം നടത്തുന്നത് എത്ര വലിയ സിറ്റുവേഷനിലാണെന്ന് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? എത്ര റിസ്ക് എടുത്താണ് ഞങ്ങളത് ചെയ്തു തന്നത്. അല്ല നിങ്ങൾ പിരിയാൻ പോകുന്നത് നിൻ്റെ വീട്ടുകാർക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് നിധി പറയുന്നുണ്ട്. നിങ്ങളുടെ വിവാഹവും അവരോട് പറഞ്ഞില്ല, ഇനി ഡൈവോഴ്സ് ആവാൻ പോകുന്ന കാര്യവും പറഞ്ഞിട്ടില്ല അല്ലേ? എന്നാലേ ഞാൻ അവിടെ നിൻ്റെ അച്ഛനോട് ചെന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ മകൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇത് കേട്ട് നിധി ആകെ ടെൻഷനാവുന്നുണ്ട്. സാർ എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അല്ല പോലീസുകാരന് വിവാഹം നടത്തി തരാൻ മാത്രമല്ല, അതിന് ഡൈവോഴ്സ് ആവുന്ന സമയത്ത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നറിയാനുള്ള അവകാശവുമുണ്ട്. ഞങ്ങളല്ലേ നിങ്ങളുടെ വിവാഹം നടത്തി തന്നത്. എന്തായാലും കാലം കൂടി, കുറച്ച് സമയം കൂടി നിങ്ങൾ ഒരുമിച്ച് ജീവിക്ക്, മുന്നോട്ട് പോകാൻ ശ്രമിക്ക്. എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോണ് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, സാർ പ്ലീസ് സാർ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും, നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് അങ്ങോട്ടേക്ക് കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാണ്. എന്നാൽ ഇവരുടെ സംസാരമൊക്കെ കേട്ട് നമ്മുടെ സുധീഷ് പോലീസുകാരൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവനക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഫോൺ കട്ട് ചെയ്തതും പോലീസുകാരനെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മ കൊടുക്കുകയാണ്. ഇത് കണ്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, എടാ സുധീഷേ, നീ നിൻ്റെ ജീവിതം നേരെയാക്കാൻ നോക്ക്. പിന്നെ നീ ഇപ്പോൾ തന്ന ഈ ഉമ്മയുണ്ടല്ലോ, ഇത് നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്ക്, എന്നിട്ട് എല്ലാം സോൾവ് ചെയ്യാൻ നോക്ക്. ഇത് കേട്ട് സുധീഷിന് ആകെ വല്ലാതാവുന്നുണ്ട്. അവൻ വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ നിധിയാണെങ്കിൽ ഈ പോലീസുകാർ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത്? പോലീസുകാരിങ്ങനെയൊക്കെ ചെയ്യോ? അതെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെങ്ങനെ ഇദ്ദേഹം അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹരീഷ് വർക്ക്ഷോപ്പിൽ ഇരിക്കുകയാണ്. നീതു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീതു വരുന്നത് ഹരീഷ് കാണുന്നുണ്ട്, പക്ഷെ കാണാത്ത മട്ടിൽ ഇരിക്കുകയാണ്. നീതു ഹരീഷിൻ്റെ അടുത്ത് വന്ന് ഹരീഷിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഹരീഷ് അത് മൈൻഡ് ചെയ്യുന്നേയില്ല. ഹരീഷ് കാണാത്ത മട്ടിലിങ്ങനെ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, അതെ എന്തിനാ ഈ ബ്രേക്കപ്പ് ആയി പോയവരൊക്കെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് നീതുവിന് ദേഷ്യം വരുവാണ്. നീതു അവിടെ കിടന്ന ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വന്നതൊന്നും അല്ല, നീ വാട്സപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുന്നത് കണ്ടു, അതെന്താണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഓ ഞാനത് നിനക്ക് വേണ്ടി മെസ്സേജ് അയക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്തതല്ല, മറ്റൊരാൾക്ക് അയച്ചതാണ്, അറിയാതെ നീ അതിൽ വന്നുപോയി, സോറി എന്ന് പറയാണ്. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ നിനക്ക് എന്നെപ്പറ്റി ഒരു വിചാരവുമില്ല അല്ലേ? ഞാൻ ബ്രേക്കപ്പായി എന്ന് പറഞ്ഞു പോയിട്ടും നിനക്ക് എന്നെ വിളിക്കണമെന്നോ മെസ്സേജ് അയക്കണമെന്നോ ഒന്നും തോന്നിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല ബ്രേക്കപ്പായി പോയവരെ എന്തിനാ ഞാൻ വിളിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നീതുവിന് ദേഷ്യം വന്ന് എഴുന്നേറ്റ് വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് കൊണ്ട് ഇവൻ്റെ തലയ്ക്കും കയ്യിനും പുറത്തും ഒക്കെ ഹരീഷിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷിനാണെങ്കിൽ വേദനിക്കുന്നുണ്ട്. നീതു നീ എന്താ ഈ ചെയ്യുന്നത്, എനിക്ക് വേദനിക്കണോ എന്ന് പറയുകയാണ്. അപ്പോൾ നീതു പറയുന്നുണ്ട്, വേദനിക്കട്ടെ, വേദനിക്കാൻ വേണ്ടി തന്നെയാണ് അടിക്കുന്നത്. ഞാനങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നിനക്ക് എന്നെ വേണ്ടാന്നാണോ അതിനർത്ഥം? അപ്പോൾ നീ എൻ്റെ പിറകെ വന്ന് എന്നെ കാണാൻ ശ്രമിക്കില്ലേ, വിളിക്കാൻ ശ്രമിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നീതു. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്,
നീ വരുന്ന് എനിക്കറിയാമായിരുന്നു. ഓഹോ, അത് ശരി. ഇപ്പോഴും ഞാൻ തന്നെ സോറി പറഞ്ഞ് നിന്റെ പിറകെ വരണം അല്ലേ ഹരീഷേ? ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, നീയല്ലേ ബ്രേക്കപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും പോയത്. അപ്പോൾ നീ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതല്ലേ നല്ലത്. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പോവും, ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചു വരികയും ചെയ്യും. ഞാൻ എന്ത് ചെയ്യാനാണ് നീതു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള പിണക്കൊക്കെ മാറി വളരെ സന്തോഷത്തോടെ നീത അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് രാത്രി സുധീഷ് ഇങ്ങനെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ പതിയെ നിധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്താ നിധി ഇങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കി പതിയെ ഇങ്ങോട്ട് അടുത്ത് വരുന്നത് എന്തിനായിരിക്കും എന്നിങ്ങനെ വിചാരിച്ച് നിധിയെ കാണാത്ത മട്ടിലിരിക്കുകയാണ്. നിധിയാണെങ്കിൽ ചുറ്റും നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന്. എന്നിട്ട് ഒരു ചെയർ എടുത്ത് സുധീഷിൻ്റെ അടുത്തേക്കിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുധീഷിന് വളരെ സന്തോഷമാവുകയാണ്. സുധീഷിനോട് എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് നിധി വരുന്നതെന്നാണ് സുധീഷ് ചിന്തിക്കുന്നത്. പെട്ടെന്ന് ആ ചെയറിൽ നിധി ഇരിക്കുകയാണ്. എന്നിട്ട് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, സുധീഷേ, അയാൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ പോലീസുകാരൻ, അയാൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സുധീഷ് ആകെ ഞെട്ടുന്നുണ്ട്. ഓഹോ, ഇതായിരുന്നോ? അയ്യോ ദൈവമേ, ഇവളിതൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? സുധീഷ് ഒന്നും അറിയാത്ത മട്ടിലെ ഏത് പോലീസുകാരനെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് നിധി പറയുന്നുണ്ട്, സുധീഷേ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ വിവാഹം നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങി ആ പോലീസുകാരനുണ്ടല്ലോ, അയാൾ എന്ന് പറയുമ്പോൾ, ഓ അയാളോ, എന്താ നിധി കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അയാൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് 2ാം തവണയാണ് വിളിക്കുന്നത്, എന്തിനാ അയാൾ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് അയാൾ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഇല്ലല്ലോ, എന്നെ അയാൾ വിളിച്ചിട്ടില്ല, ഇനി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സുധീഷ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അയാൾ എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? നമ്മൾ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ അയാൾ അറിഞ്ഞിരിക്കണോ, എങ്ങനെയെന്ന് അറിയില്ല, ഇനി ഡൈവോഴ്സ് ആവാൻ പാടില്ല, നിങ്ങളുടെ വിവാഹം നടത്തി തന്നത് ഡൈവോഴ്സ് ആവാൻ വേണ്ടിയല്ല, 2 പേരും സന്തോഷത്തോടെ ജീവിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് കർശനമായി പറഞ്ഞു തന്നെയാണ് അയാൾ ഫോൺ കട്ട് ചെയ്തത്. സുധീഷിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് സന്തോഷമാവാണ്. എന്തായാലും നിധിയുടെ മനസ്സിലൊരു പേടി വന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഡൈവോഴ്സിന് പോവില്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഒന്നും ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സുധീഷ്. അപ്പോഴാണ് നിധി വീണ്ടും ചോദിക്കുന്നത്, അല്ല സുധീഷ്, എനിക്ക് എന്തോ ഒരു ഡൗട്ട്, ഒരു പോലീസുകാരൻ എന്തിനാണ് നമ്മുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? അവർ വിവാഹം നടത്തി തന്നു, അതിന് അങ്ങ് പൊക്കോട്ടെ, അവരെങ്ങനെ ജീവിക്കട്ടെ എന്നല്ലേ വിചാരിക്കത്തുള്ളൂ, ആരുടെയും പിറകെ ഇങ്ങനെ പോലീസുകാരൻ നടക്കത്തില്ലല്ലോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് വീണ്ടും പറയുകയാണ് നിധി. സുധീഷ, നീയാണോ ഡൈവോഴ്സിൻ്റെ കാര്യം പോലീസുകാരോട് പറഞ്ഞതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇക്കാര്യം ഞാൻ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നിധിക്ക് അത് വിശ്വാസമായിട്ട് തോന്നുകയാണ്. സുധീഷിൻ്റെ കള്ളത്തരമൊന്നും നിധിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിധി പറയുന്നുണ്ട്, പിന്നെ ആരായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക, ആരും പറയാതെ ഇങ്ങനെ അറിയില്ലല്ലോ അവർ, ആരായിരിക്കുമെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷ് തൻ്റെ നേരെ നിധി സംശയിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അഡ്വക്കേറ്റ് ആയിരിക്കും പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ നിധി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് ആയിരിക്കോ, എന്നാൽ സത്യം ഇപ്പോൾ തന്നെ അറിയണം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് അഡ്വക്കേറ്റിന് വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ സുധീഷിനാകെ പേടിയായി, ഇനി അഡ്വക്കേറ്റ് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ കള്ളം പറഞ്ഞതുപോലെ ആവില്ലേ. അപ്പോൾ പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, ഏയ് നിധി, എന്താ ഇത്, താൻ എന്താ ചെയ്യുന്നത്, അഡ്വക്കേറ്റിന് ഇപ്പോൾ വിളിക്കണം എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ, വിളിക്കണം, ഇപ്പോൾ തന്നെ എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല സുധീഷ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ റിങ് ചെയ്യുന്നുണ്ട്, ആൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ സുധീഷിന് സമാധാനമാവുകയാണ്.